ലൈവിൽ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ അടി കഴിഞ്ഞ് അടുത്ത ഉച്ചയ്ക്കുള്ള അടുത്ത ഒരു ലഞ്ചിന്റെ അടികളിലേക്ക് വന്നേക്കാണ്. ജസ്റ്റ് ഒരു കഞ്ഞിയും പയറും വെക്കുന്ന കഥയാണെങ്കിലും അവിടെ ഉണ്ടാകുന്ന അടി അത് മുട്ടൻ അടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തും ഈ പറയുന്ന 3 പേര് തന്നെയാണ് പ്രതികള്. പക്ഷേ അനുമോളുടെ ഭാഗത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് ചൂണ്ടിക്കാണിച്ചേ പറ്റൂ. കാരണമുണ്ട്. അതിന് കാരണം ഞാൻ പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. ശരിക്കും രാവിലെ കറക്റ്റ് സമയത്തിന്, അതായത് ഈ പറയുന്ന മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുന്നേ തന്നെ അവര് ഉപ്പുമാവ് കൊടുത്തു. ഉപ്പുമാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പശ പോലെ ഒട്ടിയിരിക്കുന്ന ഉപ്പുമാവാണ്. അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ആരും കട്ട് ചെയ്തിട്ടിട്ടില്ല. കാരണം വെജിറ്റബിൾസ് അത്രയും കട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബിഗ് ബോസിലെ ലൈവില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മുട്ടൻ അടിക്ക് ശേഷം അടുത്ത ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു കഞ്ഞിയും പയറിനെയും കഥയ്ക്ക് വേണ്ടി അടുത്ത ഒരു വലിയ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എല്ലാവരും, ഈവൻ മിണ്ടാതിരുന്ന ഇത്ര നാളും ക്ഷമയോടെ കാത്തിരുന്ന അനീഷ് പോലും പൊട്ടിത്തെറിക്കാണ്. ക്ഷമ നശിച്ച് അപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലൈവിൽ സംഭവിച്ചെന്നുള്ളത് രാവിലെ തൊട്ടുള്ളത് ഏകദേശം ഒന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. രാവിലെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇവന്മാർക്ക് ഈ 3 ഗുണ്ടാ സംഘത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. വേഗം തന്നെ ഈ പറയുന്ന ഫുഡ് രാവിലെ കൊടുക്കണമെന്ന്. കാരണം രാവിലെ അത്തരത്തിൽ ഫുഡ് തന്നില്ലെങ്കിൽ അനുമോൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് സമയത്തിന് ഫുഡ് തന്നില്ലെങ്കിൽ ഞങ്ങൾ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പേടിച്ചിട്ടായിരിക്കാം ഉപ്പുമാവൊക്കെ നെവിൻ രാവിലെ തന്നെ നിന്ന് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. പക്ഷെ വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പുമാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കയ്യിലൊക്കെ ഒട്ടുന്ന പശ പോലുള്ള ഉപ്പുമാവൊക്കെ ആയിരുന്നു. അത് പരാതിയൊന്നും പറയാതെ അനീഷും സാബുമാനും അത് കഴിച്ചു. പിന്നെ ഇവര് 3 പേരും സമയത്തിന് കിട്ടുന്നില്ല എന്ന് കണ്ടിട്ട് അവർ പോയി ബ്രെഡ് എടുത്ത് രാവിലെ കഴിക്കുന്നുണ്ടായിരുന്നു. അതായത് അനുമോളും നൂറ, ആദില ബ്രെഡ് കഴിച്ചു രാവിലെ. പക്ഷെ ലേറ്റ് ആയിട്ടില്ല. മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുന്നേ തന്നെ ഫുഡ് റെഡി ആയിരുന്നു. പിന്നെ അതിനകത്ത്, അതായത് ഈ പറയുന്ന ഉപ്പുമാവിനകത്ത് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നൂറ ഫുഡ് എടുത്ത് വെച്ചിട്ട് ഇതെനിക്ക് മനം മറിക്കുന്നു, കഴിക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആദില കുറച്ചൊക്കെ കഴിച്ച് കിടന്നു വരുന്നൊക്കെ എങ്ങനെയൊക്കെയോ കഴിക്കാൻ നോക്കുന്നുണ്ട്. അനുമോൾ അപ്പൊ തന്നെ പറഞ്ഞു, ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അനുമോൾ അപ്പൊ തന്നെ അത് മാറ്റി വെക്കുകയും ചെയ്തു. അനുമോളുടെ ഉപ്പുമാവ് അവിടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു കേട്ടോ, കളഞ്ഞൊന്നുമില്ല. എന്നാൽ ഉച്ചയ്ക്ക് ഇത്രയും നേരമായിട്ടും ഇവര് കിച്ചണിലോട്ട് കയറിയിട്ടില്ല. നെവിൻ, അക്ബർ, ആര്യൻ കിച്ചണിൽ കയറിയിട്ടില്ല. അപ്പോൾ അക്ബർ കുളിക്കാൻ കയറി കഴിഞ്ഞു. അതുപോലെ തന്നെ ആര്യൻ കുളിക്കാൻ പോകുന്നു, നെവിൻ കുളിച്ചോണ്ട് നിൽക്കുന്നു. ഇതൊക്കെ അവസ്ഥയായപ്പോഴത്തേക്കും അനുമോൾ വന്നിട്ട് പറഞ്ഞ്, ഇല്ല, നമ്മൾ ഇങ്ങനെ കാത്തു നിന്നാൽ ശരിയാവത്തില്ല, നമുക്ക് ഫുഡ് ഉണ്ടാക്കാം, നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം, കഞ്ഞിയും പയറും ഒന്നിച്ച് കുക്കറിലിട്ട് വേവിക്കാം എന്ന് പറഞ്ഞിട്ട് അനുമോളും നൂറയും കൂടെ ഇറങ്ങുന്നുണ്ട്. ആദില വയ്യ, വയറുവേദനയാണെന്നോ എന്തോ മറ്റോ പറഞ്ഞിട്ട് അവിടെ കിടക്കുകയാണ്. ഇപ്പോഴാണ് അടി നടക്കാൻ പോകുന്നത്. അതായത് ഇവർ കയറാൻ നേരത്തെ ഇവര് സാബുമാനോട് ചോദിക്കുന്നുണ്ട് ഫുഡ് വേണമെന്ന്. സാബുമാൻ പറയുന്നുണ്ട്, എനിക്കിപ്പോ ഫുഡ് കിട്ടിയാൽ മതി, നിങ്ങളാണ് ആദ്യം ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഫുഡ് മതി എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, കഞ്ഞിയും പയറുമാണ്, അപ്പൊ പ്രോട്ടീൻ ഉണ്ട്, അപ്പൊ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ഫുഡ് വേണമെന്ന് സാബുമാൻ പറയുന്നു. അനീഷിനോട് അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് അവിടെ അത് വെയിറ്റ് ചെയ്തിട്ട് നേരെ പോയി അക്ബറിന്റെ അടുത്തും ആര്യന്റെ അടുത്തും പറയാണ്, നിങ്ങളിപ്പോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ? അവര് ഫുഡ് ഉണ്ടാക്കാൻ കയറുകയാണ്, നിങ്ങൾ ഇത്ര നേരമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കയറിയില്ലല്ലോ, ഇനി ഇപ്പൊ ടാസ്ക് വരാൻ പോവുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അക്ബർ ദേഷ്യപ്പെടുകയാണ്. ഇത്ര നേരമായിട്ടോ? അങ്ങനെ പറയരുത് അനീഷേട്ടാ, രാവിലെ ഫുഡ് കറക്റ്റ് സമയത്ത് തന്നല്ലോ, ഇതിപ്പോ കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് ചുമ്മാതാണ്. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു, അതിനുശേഷം കുറേ സമയം ഇവർ കുറേ സംസാരിക്കുന്നുണ്ട്. അവരവരുടെ കഥാപ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആര്യൻ അനീഷിനോട് കുറെ സംസാരിക്കുന്നുണ്ട്, നെവിനും അക്ബറും സാബുമാനോട് കുറേ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഫുഡ് ഉണ്ടാക്കാൻ, ചോറ് വെക്കാൻ അടുക്കളയിലേക്ക് ആരും കയറിയിട്ടില്ല. അതുകൊണ്ടാണ് അനുമോളും നൂറയും കൂടെ കിച്ചണിലേക്ക് കയറിയത്. അപ്പോ ആ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും ആര്യൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അനുമോളുടെ നേരെ തിരിഞ്ഞു. അതായത് ആ പാത്രങ്ങൾ നിങ്ങൾ വെസൽ ക്ലീൻ ചെയ്യുക എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ബാത്റൂം ആരാണ് ക്ലീൻ ചെയ്യാനുള്ളത്? അവിടെ മൊത്തം വൃത്തികേടായി കിടക്കുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആര്യൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പ്രശ്നം, ഇത്രയും വഷളായ ഈ പ്രശ്നം, ഇത് ഒത്തുതീർപ്പാക്കാൻ നിങ്ങൾക്ക് ഒരു ആഗ്രഹമൊന്നും ഇല്ലേ? നിങ്ങളൊരു മീറ്റിംഗ് വിളിക്ക്. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് അനീഷ് അവിടെ പറയുന്നത്. നിങ്ങളൊരു മീറ്റിംഗ് വിളിക്കുക, അല്പം ഒന്ന് ഇരുന്ന് സംസാരിക്കുക. അതിന് നിങ്ങൾ ആരും തയ്യാറല്ലല്ലോ എന്നിങ്ങനെ അനീഷ് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അക്ബർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വൻ വഴക്ക്. അക്ബർ അല്ല, അതിന് മുന്നേ തന്നെ നെവിൻ വന്നു. നെവിൻ വന്നപ്പോ ഇവർ അടച്ചു വെച്ച കഞ്ഞിയും പയറും അത് തുറന്ന് കൈയിട്ട് ഇളക്കി നോക്കുന്നു, എത്ര പേർക്കുണ്ട് എന്ന്. 4 പേർക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് മാത്രമാണ് വെച്ചതെന്ന് കണ്ടപ്പോഴത്തേക്കും നെവിൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. രാവിലെ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ഞങ്ങൾ ഉപ്പുമാവ് തന്നല്ലോ, അപ്പൊ നിങ്ങൾ വെസൽ കഴുകി തരാമെന്ന് ഏറ്റതല്ലേ, എന്നിട്ട് എന്ത് വെസൽ കഴുകാത്തെന്ന് ചോദിച്ചുകൊണ്ട്
അപ്പോൾ ഉടനെ അനുമോള് പറയുന്നുണ്ട്, നിങ്ങൾ തന്ന ഉപ്പുമാവ് കൊള്ളത്തില്ല, അത് പശ പോലെ, അത് വല്ല പോസ്റ്റർ ഒട്ടിക്കാൻ വല്ലോ എടുക്കുന്ന അനുമോള് പറയുന്നുണ്ട്. ഞാൻ അവിടെയാണ് പറഞ്ഞത്, അനുമോൾ ആ പറയുന്നത് തെറ്റാണ്, അനുമോൾ അങ്ങനെ പറയരുത്. കാരണം എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഈ പറഞ്ഞ കുക്ക് ചെയ്ത് ഒരു ഷെഫായിട്ടൊന്നും അല്ല വരുന്നത്. കിട്ടുന്ന ഫുഡ് സമയത്തിന് എങ്ങനെയെങ്കിലും ഒക്കെ കഴിക്കുക എന്നുള്ളതേ അവിടെ പറ്റൂ. പക്ഷേ അനുമോൾക്ക് ഇത് പറയാനുള്ള വോയിസും സ്പേസും ഉണ്ടാകാൻ കാരണം നെവിന്റെ സ്വഭാവം കൊണ്ടാണ്. നെവിൻ അത് അർഹിക്കുന്നുണ്ട്, അത് കേൾക്കാൻ നെവിൻ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അനുമോൾ ആ പറഞ്ഞ തെറ്റിനെ നമുക്ക് ന്യായീകരിക്കുന്നതാണ് ബെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ആ ഫുഡ് അത് നെവിൻ മര്യാദയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നുവെങ്കിൽ ഓക്കെ, നെവിൻ ആ ഉപ്പുമാവ് കുറച്ച് മറ്റേ സ്റ്റിക്കിയാണ്, കട്ടിയുണ്ട്, അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് നമുക്ക് പറയുമ്പോൾ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നീ നോക്കിയാൽ മതി എന്ന് പറയുന്ന സൗഹൃദം അവരുടെ ഇടയിലില്ല. നെവിൻ അത്രത്തോളം അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ക്രൂവലായിട്ട് ബിഹേവ് ചെയ്തതുകൊണ്ട് അനുമോൾ അത് ഈസി ആയിട്ട് പറഞ്ഞോട്ടെ, അത് കേൾക്കാൻ നെവിൻ അർഹനാണ്. അതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് അക്ബർ അനീഷിന്റെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അനീഷ് പറയുന്നുണ്ട് മീറ്റിംഗ് വിളിക്കാൻ. അപ്പോൾ അക്ബർ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തിനും ഏതിനും മീറ്റിംഗ് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഞങ്ങള് കിച്ചൺ ടീമാണ്. അപ്പോഴത്തേക്കും നെവിൻ പറയുന്നുണ്ട്, സോറി നെവിൻ അല്ല, അപ്പോഴത്തേക്കും അനീഷ് പറയുന്നുണ്ട്, എന്നാൽ ഈ പറയുന്ന ടീം ഷഫ്ലി വീണ്ടും മാറ്റ്. കാരണം എന്ന് വെച്ചാൽ ആ പറയുന്ന വെസൽ കഴുകാൻ അവർക്കാണല്ലോ ബുദ്ധിമുട്ട്, അത് ഞാൻ കഴുകിക്കോളാം എന്ന് അനീഷ് പറയുന്നുണ്ട്. പക്ഷെ അതിനും അക്ബർ സമ്മതിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിവിടെ പറ്റത്തില്ല. അങ്ങനെ ഇപ്പൊ തോന്നി അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊരു ടീമിനെ ഫിക്സ് ചെയ്ത് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അക്ബർ വാശി പിടിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അക്ബർ സത്യം പറഞ്ഞ ഈ പറയുന്ന അനുമോളെയും നൂറയും ആദിലയും ശിക്ഷിക്കാൻ തന്നെയല്ല ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ വഴക്കൊന്നുമില്ലാതെ ഈ പറയുന്ന ഒരു പ്രശ്നം സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അക്ബർ ഉൾപ്പെടെ ആരും തന്നെ അവിടെ ശ്രദ്ധിക്കുന്നില്ല, അവർ ശ്രമിക്കുന്നില്ല. ഇത് തന്നെയാണ് അനീഷും അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ അനീഷിന്റെ ഭാഗത്തുള്ള ഒരു ശരിയുണ്ട്, ആ ശരി പോലും കാണാതെ അക്ബർ ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പം അവർക്ക് അവരുടെ ഭാഗം ജയിക്കണം, ഇവരുടെ മുന്നിൽ അവർക്ക് തോൽക്കാൻ സാധ്യമല്ല. ഈ പറയുന്ന അക്ബറും ആര്യനും നെവിനും ചെയ്ത തെറ്റുൾപ്പെടെ അതൊക്കെ ഇവര് സഹിക്കണം. ഈ പറയുന്ന ഈ അനുമോള്, നൂറ, ആദില ഇവര് സഹിക്കട്ടെ എന്നാണ് അക്ബറിന്റെ ഒരു ന്യായം എന്ന് പറയുന്നത്. അത് ഒട്ടും തന്നെ ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അനീഷേട്ടൻ മുന്നോട്ട് തന്നെ വന്ന് പറയുന്നുണ്ട് ഇത് ചെയ്തോളാമെന്ന്. അങ്ങനെ ചെയ്തോളാന്ന് പറഞ്ഞ സ്ഥിതിക്ക് അനീഷേട്ടനെ ഈ പറയുന്ന വെസൽ ടീമിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ളവരെ കിച്ചൺ ടീമിലേക്കോ അല്ലെങ്കിൽ ബാത്റൂം കഴുകാനെങ്കിലും മാറ്റിയിട്ട് എന്നിട്ട് സമയത്തിന് കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന റേഷൻ അത്രയും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുണ്ടാക്കണം. അല്ലാതെ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കി കൂട്ടി ആ ഫുഡ് റെഡി എന്ന് പറഞ്ഞു കൊടുത്താലും അവർക്ക് ദേഷ്യം വരും, അവരത് ചെയ്യില്ല, അവരത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അനുമോള് പറഞ്ഞത്, ഇവിടെ ഞാൻ ഫുഡ് ഉണ്ടാക്കി തന്നിരുന്നത് ഇങ്ങനെയല്ലല്ലോ, നിങ്ങൾ ഇതുപോലെ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലായ്പ്പോഴും അടുക്കളയിൽ കയറുന്നത്, ഞാൻ എല്ലായ്പ്പോഴും കിച്ചൺ ടീമിൽ കയറുന്നത് എന്ന് അനുമോൾ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അനുമോളിന്റെ ഭാഗം ശരിയാണ് എന്ന് പോകെ മനസ്സിലായി, അല്ലെങ്കിൽ മനസ്സിലാക്കിയതിന് തുല്യമായില്ലേ? അതാണ് എനിക്ക് അവിടെ ചോദിക്കാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ അനുമോൾ ഓൾവേസ് പറയാറുള്ളത്, ഞാൻ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ഇവിടെ ആരും ഫുഡ് നന്നായിട്ട് കഴിക്കില്ല എന്ന് അനുമോൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ട് കൊണ്ടിരുന്ന ആ ഒരു പ്രസ്താവന, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ശരിയായി വന്നു. അതാണ് സത്യം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വഴക്കെന്ന് പറയുന്നത്. ഇനി വൈകിട്ട് ഒരു ടാസ്ക് വരുമ്പോഴത്തേക്കും അടുത്ത വഴക്ക് എന്തായാലും സംഭവിക്കും. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് പറയുക. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പേഴ്സൺ വരാം. ബൈ.